രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പൊന്നുമക്കളെ, നിങ്ങൾക്ക് സുഖാണോ? സന്തോഷമാണോ? ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചായിരുന്നോ? പ്രാർത്ഥിച്ചു അല്ലേ? ആരാ ഇന്ന് പ്രാർത്ഥന ചൊല്ലിത്തന്നത്? പപ്പയാണോ? മിടുക്കരാട്ടോ. എങ്കിൽ നമുക്ക് ഇപ്പോഴൊന്ന് പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞിട്ട് തുടങ്ങിയാലോ? എല്ലാ മക്കളും ചാടി എഴുന്നേറ്റ് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റേ, മിടുക്കരാട്ടോ. കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ നല്ല ദിവസം എനിക്കായി തന്നതോർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയ്ക്ക് ഇഷ്ടമുള്ള നല്ല കുഞ്ഞായി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഈശോയുടെ അമ്മേ, ഈശോയെ വളർത്തിയതുപോലെ അമ്മ എന്നെയും വളർത്തണമേ. ആമേൻ. കണ്ണു തുറന്നേ. ഒരിക്കൽ കൂടി നമുക്ക് ഈശോയ്ക്കൊന്ന് സ്തുതിച്ചെല്ലാം. സന്തോഷത്തോടെ പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മിടുക്കരാട്ടോ. ഇനി ഇരുന്നേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു അപ്പച്ചനെ കുറിച്ച് സിസ്റ്റർ പറഞ്ഞായിരുന്നു. ഏതപ്പച്ചനാന്ന് ഓർക്കുന്നുണ്ടോ? മിടുക്കനാണല്ലോ. ഏതപ്പച്ചനാ? സ്വർഗീയ അപ്പച്ചനല്ലേ? സ്വർഗീയ അപ്പച്ചൻ നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നാ സിസ്റ്റർ പറഞ്ഞത്? ഈ പൂക്കൾ തന്നു, പഴങ്ങൾ തന്നു, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു അല്ലേ? മറ്റൊരു വലിയ സമ്മാനം കൂടി സ്വർഗീയ അപ്പച്ചൻ നമുക്ക് തന്നിട്ടുണ്ട്. ഏത് സമ്മാനാന്ന് കൂട്ടുകാർക്കറിയോ? തൻ്റെ പൊന്നു പുത്രനെ നമുക്ക് സമ്മാനമായിട്ട് തന്നു അല്ലേ? എന്തുകൊണ്ടാ കൂട്ടുകാരെ തൻ്റെ ഒറ്റ മകനെ പിതാവ് നമുക്ക് സമ്മാനമായിട്ട് തന്നത്? നമ്മൾ ആർക്കാ സമ്മാനം കൊടുക്കുക? നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ളവർക്കാണല്ലേ? പപ്പ നിങ്ങൾക്കൊരു ചോക്ലേറ്റ് തന്നു. അടുത്ത് നിന്ന് നിങ്ങളുടെ മമ്മിയും സിസ്റ്ററും ചോക്ലേറ്റ് തരുമോയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആർക്കായിരിക്കും ചോക്ലേറ്റ് കൊടുക്കുക? മമ്മിക്ക് കൊടുക്കുകയുള്ളല്ലേ? എന്തുകൊണ്ടാണ് മമ്മിക്ക് കൊടുക്കുന്നത്? മമ്മിയോട് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുക അല്ലേ? അങ്ങനെയെങ്കിൽ സ്വർഗീയ അപ്പച്ചൻ നമ്മളോട് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്കൊരു സമ്മാനം തന്നു. എന്താ അപ്പച്ചൻ തന്ന സമ്മാനം എന്നാ സിസ്റ്റർ പറഞ്ഞത്? മിടുക്കരാണല്ലോ. പിതാവ് തൻ്റെ പൊന്നു പുത്രനായ ഈശോയെയാണ് നമുക്ക് സമ്മാനമായി തന്നതല്ലേ? എങ്ങനെയാ ഈശോയെ തന്നത്? സിസ്റ്റർ ഒരു കഥ പറയട്ടെ. ഒരിടത്ത് ഒരു സുന്ദരനായ ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ പേരെന്തായിരുന്നു എന്നറിയോ? ജോഷ് എന്നായിരുന്നു അവൻ്റെ പേര്. എന്തായിരുന്നു? മിടുക്കരാട്ടോ. എന്തായിരുന്നു അവൻ്റെ പേര്? ജോഷ് എന്നായിരുന്നു അവൻ്റെ പേര്. ജോഷ് നല്ല മിടുക്കനായിരുന്നു. പക്ഷെ പാവം ജോഷ്, അവൻ മുടന്തനായിരുന്നു. അവൻ്റെ കൂട്ടുകാരെ പോലെ തുള്ളിച്ചാടാനോ ഓടാനോ ഒന്നും ജോഷിന് വയ്യായിരുന്നു. എങ്കിലും അവൻ്റെ കൂട്ടുകാർ അവനെ ഒരുപാട് സ്നേഹിച്ചു. അങ്ങനെ ഒരിക്കൽ ജോഷിൻ്റെ ഇടയന്മാർ ജോഷിൻ്റെ കൂട്ടുകാരെയും കൊണ്ട് താഴ്വരയിലേക്ക് പോവുകയാണ്. എന്തിനാ മക്കളെ താഴ്വരയിലേക്ക് പോകുന്നത്? ആടുകളെ മേയ്ക്കാൻ. ആടുകൾക്ക് പുല്ല് കൊടുക്കാനായി പുല്ലുള്ള സ്ഥലം നോക്കി അവർ ആടുകളെയും കൊണ്ട് പോകുമല്ലേ? അങ്ങനെ ഒരു ദിവസം ആടുകളെ മേയ്ക്കാൻ പോകാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ജോഷും മുൻപിൽ തന്നെ ഇറങ്ങി. പക്ഷെ എന്ത് സംഭവിച്ചെന്നോ? ജോഷിൻ്റെ ഇടയൻ ഓടി വന്ന് ജോഷിനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, ജോഷ്, നീ എങ്ങോട്ടാ?
നിനക്കിവരെ പോലെ ഓടാനോ തുള്ളിച്ചാടാനോ ഒന്നും വയ്യല്ലോ. നിനക്കും മണിക്കുട്ടിക്കുമുള്ള തീറ്റയും വെള്ളവും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് സ്വസ്ഥമായിട്ട് ഇവിടെ വിശ്രമിക്കുക കേട്ടോ. ഞങ്ങൾ വേഗം പോയിട്ട് വരാം. ഇത് കേട്ടപ്പോൾ നമ്മുടെ പാവം ജോഷ്, അവന് ഭയങ്കര സങ്കടമായി. ആരാ മണിക്കുട്ടിയെന്ന് കൂട്ടുകാർക്കറിയോ? ജോഷിൻ്റെ മറ്റൊരു കൂട്ടുകാരിയായ ഒരു പശുക്കിടാവാണ് മണിക്കുട്ടി. സങ്കടം വന്നെങ്കിലും ജോഷ് മണിക്കുട്ടിയുടെ അടുത്ത് പോയി ചേർന്ന് കിടന്നു. ജോഷിന് സങ്കടമാണെന്നറിഞ്ഞപ്പോൾ മണിക്കുട്ടി പറഞ്ഞു, ജോഷ്, നീ വിഷമിക്കണ്ട. ഒരു നാൾ നിന്റെ കാലിൻ്റെ മുടന്തൊക്കെ മാറും. നീയും പോകും ആ താഴ്വരയിലേക്ക് കൂട്ടുകാരുടെ കൂടെ. ഇത് കേട്ടപ്പോൾ നമ്മുടെ ജോഷിന് സന്തോഷമായി. അങ്ങനെ ജോഷും മണിക്കുട്ടിയും കൂടി പുല്ലും വെള്ളവും ഒക്കെ കഴിച്ച് സ്വസ്ഥമായിട്ട് അവിടെ വിശ്രമിക്കുകയാണ്. രാത്രിയായപ്പോൾ രണ്ടുപേരും കിടന്നുറങ്ങി. നേരം വെളുക്കാറായപ്പോൾ നമ്മുടെ മണിക്കുട്ടി ജോഷിനെ തട്ടി വിളിച്ചു. ഹേ ജോഷ്, എഴുന്നേറ്റേ. ദാ നോക്ക്, അപ്പുറത്ത് നല്ല വെളിച്ചം കാണുന്നുണ്ട്. ആരൊക്കെയോ അവിടെ വന്നിട്ടുണ്ടല്ലോ. ഒരു കുഞ്ഞിൻ്റെ കരച്ചിലും കേൾക്കാം. വാ, നമുക്കൊന്ന് പോയി നോക്കാം. ജോഷും മണിക്കുട്ടിയും കൂടി മെല്ലെ അവരുടെ വീടിൻ്റെ അപ്പുറത്തേക്ക് ചെന്ന് നോക്കി. എന്താ അവരവിടെ കണ്ടതെന്ന് കൂട്ടുകാർക്കറിയോ? ദാ ഇതാണ് അവരവിടെ കണ്ടത്. നോക്കിക്കേ, ജോഷും മണിക്കുട്ടിയും എന്താ അവിടെ കണ്ടത്? ആ, മണിക്കുട്ടിയുടെ കച്ചിയൊക്കെ നിരത്തി അതിലൊരു കുഞ്ഞു വാവ കിടക്കുന്നു. ആ കുഞ്ഞു വാവയുടെ മുഖത്തേക്ക് അവരിങ്ങനെ നോക്കി നിൽക്കുന്നു. കുഞ്ഞു വാവയുടെ അപ്പുറത്തും ഇപ്പുറത്തും അവൻ്റെ അപ്പച്ചനും അമ്മയും നിൽപ്പുണ്ട്. ഈ വാവയുടെ മുഖത്തേക്ക് നോക്കി നിന്നപ്പോൾ മണിക്കുട്ടി പറഞ്ഞു, നോക്കിയേ, ആ കുഞ്ഞു വാവ തണുത്ത് വിറയ്ക്കുന്നുണ്ടല്ലോ. എന്തു കൊടുത്താ നമ്മൾ ഇവൻ്റെ തണുപ്പ് അകറ്റുക? നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. എന്നിട്ട് മണിക്കുട്ടി പറഞ്ഞു, ജോഷ്, നീ പോയി ആ വാവയോട് ചേർന്ന് കിടക്ക്. നിന്റെ ചൂട് കിട്ടുമ്പോൾ അവൻ്റെ തണുപ്പൊക്കെ മാറും. ഇത് കേട്ടപ്പോൾ നമ്മുടെ ജോഷിന് സന്തോഷമായി. അവൻ മെല്ലെ വലിഞ്ഞു വലിഞ്ഞ് ആ കുഞ്ഞു വാവയുടെ അടുത്ത് ചെന്ന് അവൻ്റെ അടുത്ത് ചേർന്ന് കിടന്നു. ഈ സമയത്താണ് താഴ്വരയിലേക്ക് പോയ നമ്മുടെ ഇടയനും ആട്ടിൻ പറ്റവും കൂടി ഓടി വരുന്നത്. അവരെങ്ങനെയാ ആ സമയത്ത് അവിടെ എത്തിയതെന്ന് കൂട്ടുകാർക്കറിയോ? ആടുകൾക്ക് കാവലിരുന്നപ്പോൾ ഒരു വലിയ അത്ഭുതം അവിടെ സംഭവിച്ചു. എന്തായിരുന്നു ആ അത്ഭുതം? ദാ നോക്കിക്കേ. എന്താണത്? എന്ത്? എവിടെ? യാക്കോബേ, എണീക്ക്, എണീക്ക്, വേഗം എണീക്ക്. എന്താണ് കാര്യം? അവിടെ നോക്കൂ. ഓ, എന്തോ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ഭയപ്പെടേണ്ട, നിങ്ങൾക്കായി സന്തോഷിക്കാൻ ഒരു വാർത്ത ഞാൻ അറിയിക്കുന്നു. ലോകം മുഴുവൻ പങ്കുവയ്ക്കേണ്ട ഒരു വാർത്ത. നിങ്ങൾക്കായൊരു രക്ഷകൻ പിറന്നിരിക്കുന്നു. അവിടെ ഉൾത്തൊട്ടിലിൽ കച്ചയിൽ പൊതിഞ്ഞൊരു കുഞ്ഞിനെ നിങ്ങൾ കാണും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്കു ശാന്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്കു ശാന്തി. മാലാഖമാർ അപ്രത്യക്ഷരായപ്പോൾ ആട്ടിടയന്മാർ രക്ഷകനെ അന്വേഷിച്ചു പോയി. അവിടെ നോക്കൂ, അവൻ അവിടെ കാണും. അതൊരു കാലിത്തുരുത്താണല്ലോ. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ മാലാഖയുടെ സന്ദേശം കേട്ടാണ് ഇടയന്മാരും ആട്ടിൻപറ്റവും ഓടി വന്നത്. അവർ വന്നപ്പോൾ എന്താ കണ്ടതെന്ന് കൂട്ടുകാർക്കറിയോ? ഇതാ ഒരു കുഞ്ഞു വാവ കിടക്കുന്നു. കുഞ്ഞു വാവയുടെ അടുത്ത് നമ്മുടെ ജോഷ് ഇങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുക. ഇത് കണ്ടപ്പോൾ ഇടയൻ ചോദിച്ചു, ജോഷ്, നീ ആരുടെ അടുത്താ കിടക്കുന്നതെന്ന് അറിയോ? ഇത് ഉണ്ണീശോയാ, ലോകരക്ഷകൻ.
ഇത് കേട്ടപ്പോൾ നമ്മുടെ ജോഷ് ചാടി എഴുന്നേറ്റു. എന്നിട്ട് അവൻ പെട്ടെന്ന് പിന്നോട്ട് മാറി. അപ്പോഴാണ് ജോഷ് അറിയുന്നത് അവൻ്റെ കാലിൻ്റെ മുടന്തൊക്കെ മാറി. സന്തോഷം കൊണ്ട് ജോഷ് തുള്ളിച്ചാടി. കൂട്ടുകാരെ, ആരായിരുന്നു ഈ കുഞ്ഞു വാവ? നിങ്ങൾക്കറിയോ? ആരോ പറഞ്ഞല്ലോ. ആരായിരുന്നു? മിടുക്കൻ. ആരാത്? ഉണ്ണീശോ ആയിരുന്നു അല്ലേ? ഉണ്ണീശോ എവിടെയാ കൂട്ടുകാരെ ജനിച്ചത്? പുൽക്കൂട്ടിലാണല്ലേ. മിടുക്കനാണല്ലോ. ആരാ ജോഷിൻ്റെ കാലിൻ്റെ മുടന്ത് മാറ്റിയത്? മിടുക്കൻ. ആരാ മാറ്റിയത്? ഉണ്ണീശോയാണല്ലേ. അങ്ങനെയെങ്കിൽ കൂട്ടുകാരെ, ഈ ഉണ്ണീശോയുടെ അടുത്തേക്ക് നമുക്കും ഒന്ന് പോവണ്ടേ? അടുത്ത ക്ലാസ്സിൽ നമ്മളും പോകും ഈ ഉണ്ണീശോയുടെ അടുത്തേക്ക്. വെറുതെ ഉണ്ണീശോയുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? ഇല്ലല്ലേ. ഉണ്ണീശോയ്ക്ക് കൊടുക്കാൻ നല്ലൊരു സമ്മാനം കൂടെ കൊണ്ടുപോകണ്ടേ? എന്ത് സമ്മാനമാണ് നമ്മൾ കൊണ്ടുപോവുക? മക്കള് മനോഹരമായ ഒരു പൂ വരയ്ക്കണം. നിങ്ങൾക്കറിയില്ലെങ്കിൽ വീട്ടിലെ പപ്പയെ കൊണ്ടോ അമ്മയെ കൊണ്ടോ ചേട്ടനെ കൊണ്ടോ ചേച്ചിയെ കൊണ്ടോ ആരെ കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വരപ്പിക്കാം. എന്നിട്ട് ആ പൂവിൽ ഉണ്ണീശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന സുഹൃതജപം എഴുതണം. എഴുതിയാൽ മാത്രം പോരാ, എല്ലാ ദിവസവും ഈ സുഹൃതജപം ചൊല്ലി പ്രാർത്ഥിക്കുകയും വേണം. ഏത് സുഹൃതജപം ഒന്ന് പറഞ്ഞേ? ഉണ്ണീശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞേ. ഉണ്ണീശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മിടുക്കനാണ് കേട്ടോ. സമ്മാനം കൊണ്ടുവരാൻ മറന്നു പോവല്ലേ. പൂ വരച്ച് പൂവിന് കളറൊക്കെ കൊടുത്ത് അതിൽ മനോഹരമായിട്ട് ഈ സുഹൃതജപം എഴുതി ഉണ്ണീശോയ്ക്ക് സമ്മാനം കൊടുക്കാനായി അടുത്ത ക്ലാസ്സിൽ റെഡി ആയിട്ട് വരണം കേട്ടോ. അങ്ങനെയെങ്കിൽ ജോഷിനെ സൗഖ്യപ്പെടുത്തിയ ആ ഉണ്ണീശോയ്ക്ക് നന്ദി പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? മക്കളി ചാടി എഴുന്നേറ്റേ. ഒരിക്കൽ കൂടെ കണ്ണടച്ച് കൈകൂപ്പി പുൽക്കൂട്ടിൽ പിറന്ന ആ ഉണ്ണീശോയെ ഒന്ന് നമ്മുടെ മനസ്സിൽ കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ മനസ്സിൽ കണ്ടോ എല്ലാവരും? സുന്ദരനായി ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ഉണ്ണീശോയെ മനസ്സിൽ കണ്ട് ഈശോയ്ക്ക് നന്ദി പറയാം അല്ലേ? പൊന്നുണ്ണീശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഉണ്ണീശോയെപ്പോലെ എല്ലാവരെയും സ്നേഹിക്കുവാനും നല്ല കുഞ്ഞായി വളരുവാനും എന്നെ സഹായിക്കണമേ. ആമേൻ. ഉണ്ണീശോയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് സ്തുതി ചൊല്ലിക്കേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.